ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് ആൻസർ ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നടക്കുന്ന 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് FIUGയുടെ 2025 നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഇതിൽ 40 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യന് വരുന്നത് 4 മാർക്കാണ്. അങ്ങനെ 160 മാർക്കിനാണ് എക്സാമിനേഷൻ നടക്കുന്നത്. 1 മണിക്കൂറാണ് എന്ത് വരുന്നത്, എക്സാം വരുന്നത്. സോ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഒരു റോങ് ആൻസറിന് 1 മാർക്ക് വെച്ച് ഡിഡക്ഷൻ വരും. അപ്പോൾ 4 മാർക്ക് ഒരു ആൻസറിന്, ദെൻ നെഗറ്റീവ് മാർക്ക് വരുന്നത് എത്രയായിരിക്കും? 1 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഡയമെൻഷണൽ ഫോർമുല ഫോർ പ്രഷർ ഈസ് ml² T⁻0 ml ഇൻവേഴ്സ് T⁻², ml ഇൻവേഴ്സ് സ്ക്വയർ, T ഇൻവേഴ്സ് സ്ക്വയർ, ml⁴ T². ഇപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോഴ്സ് ബൈ ഏരിയ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും വരുന്നത്? ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ ദ പ്രഷർ. അപ്പോൾ പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിന്റെ ഇതെന്ന് പറയുന്നത് ന്യൂട്ടൺ, ദെൻ ഏരിയ പറയുമ്പോൾ മീറ്റർ സ്ക്വയർ. ഇപ്പോൾ അതിനെ നമ്മൾ ഡയമെൻഷണൽ ഫോർമുല വരുമ്പോൾ എന്തായിരിക്കും? ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ മാസിന്റെ ആക്സിലറേഷൻ ആണ്. അപ്പോൾ കിലോഗ്രാം ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും വരുന്നത്. ഡിവൈഡ് ബൈ മീറ്റർ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ വരുമ്പോൾ എന്തായിരിക്കും? L ഇൻവേഴ്സ് T ഇൻവേഴ്സ് സ്ക്വയർ, അല്ലെങ്കിൽ ml⁻⁻1 T⁻⁻. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് എ ബോഡി ഈസ് മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്, നെഗറ്റീവ്, 0, ഇൻഫൈനൈറ്റ്. സോ ഇപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് കുറെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് അറിയുന്നുണ്ടാവും. ഓക്കെ, ദെൻ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാത്തതുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു പേപ്പർ എടുത്തിട്ട് ക്വസ്റ്റ്യൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക. അതേപോലെ തന്നെ ഇതിന്റെ ആൻസേഴ്സ് ഞാൻ പറയുമ്പോൾ ജസ്റ്റ് ഓപ്ഷൻസ് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആൻസർ പറഞ്ഞു കഴിയുമ്പോൾ, അതായത് നിങ്ങൾക്ക് അറിയുന്ന ഓപ്ഷൻസ് ആദ്യം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഒരു 3 കോളം വരയ്ക്കുക. ക്വസ്റ്റ്യൻ ജസ്റ്റ് മാർക്ക് ചെയ്യുക, എഴുതി വെക്കുക. ഒരു കോളത്തിൽ നിങ്ങൾക്ക് അറിയുന്ന ആൻസർ ജസ്റ്റ് എന്ത് ചെയ്യുക, ആൻസർ പറയുന്നതിന് മുമ്പ് ആ ഒരു ആൻസർ ഓപ്ഷൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, അത് മാർക്ക് ചെയ്യുക. നമുക്കൊരു 40 ക്വസ്റ്റ്യൻ എല്ലാം ആവുള്ളൂ. അത് ആൻസർ മൊത്തം ചെയ്ത് കഴിയുമ്പോൾ എന്താവും, നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് ജസ്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ 4 മാർക്കാണ് ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ കറക്റ്റായി കിട്ടുന്നത്. ദെൻ മൈനസ് വരുമ്പോൾ എന്ത് ചെയ്യും, അതായത് റോങ് ആൻസർ വരുമ്പോൾ ഓരോ മൈനസ് മാർക്ക് വരും. അപ്പോൾ പരമാവധി എന്ത് ചെയ്യുക, സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രം എന്ത് ചെയ്യുക. ഇപ്പോൾ 4 ആൻസർ തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു കറക്റ്റ് ആൻസറിൻ്റെ മാർക്ക് അങ്ങനെ പോയി കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പരമാവധി കറക്റ്റ് ആൻസർ മാത്രം ഇതിനകത്ത് ബബിൾ ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പറഞ്ഞ പോലെ ഒന്ന് ചെയ്യുക. അപ്പോൾ അടുത്തത് ക്വസ്റ്റ്യൻ വരുന്നത് മൂവിങ് ഇപ്പോൾ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി ഇറ്റ്സ് ആക്സിലറേഷൻ. അപ്പോൾ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ്, 0 ആയിരിക്കും. അടുത്തത് എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് ആക്സിലറേറ്റ്സ് യൂണിഫോംലി അറ്റ് 3 meter per second square. ഹൗ ഫാർ ഇറ്റ് വിൽ ട്രാവൽ ഇൻ 5 seconds? കാർ റെസ്റ്റ് ചെയ്യുന്ന എടുക്കുകയാണ്. ദെൻ യൂണിഫോം ആക്സിലറേഷൻ ആണ് വരുന്നത്. തന്നിട്ടുള്ളതും 3 meter per second square ആണ്. 5 സെക്കൻഡിൽ അത് എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ആക്സിലറേഷൻ വരുന്നത് 2 ആണ്. എത്ര 2 അല്ല, 3 ആണ് വരുന്നത്. ദെൻ ടി എന്ന് പറയുന്നത് 5 seconds ആണ് വരുന്നത്. അപ്പോൾ ഈക്വൽ ടു UT + RT² എന്ത് ചെയ്യുക, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര വരും? നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫോർമുലേഴ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവും.
അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള യു എന്ന് പറയുന്ന വാല്യൂ 0 ആണ്, ടി എന്ന് പറയുന്നത് 5 ആണ്, പ്ലസ് അടുത്ത എന്താണ് ഹാഫ് AT² ആണ് വരുന്നത്, എ എന്ന് പറയുന്നത് 3 ആണ്, T². അപ്പോൾ എത്ര വരും 25. നമുക്ക് എത്ര വരും 3 × 25 75/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ 37.5 മീറ്റർ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ലോപ്പ് ഓഫ് എ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഗീവ്സ്. അപ്പോൾ ആക്സിലറേഷൻ, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തായിരിക്കും വരുന്നത്? ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് y ഓർഡിനേറ്റിലും ടൈം x ഓർഡിനേറ്റിലും ആയിരിക്കും. അപ്പോൾ അതിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? y/x അല്ലെങ്കിൽ Δy/Δx ആണ് വരിക. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്തായിരിക്കും? വെലോസിറ്റി. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, if the net external force on a system is 0, the momentum of the system increases, decreases, remains constant, is 0. നെറ്റ് ഫോഴ്സ്, ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്തായിരിക്കും? 0 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റം എങ്ങനെ ആയിരിക്കും? മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൊട്ടേഷൻ ആണ്, അബൌട്ട് എ പോയിന്റ്. അതായത് ഏതെങ്കിലും ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള റൊട്ടേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊമെന്റം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. A bullet of mass 50 gram is fired from a gun with a velocity for 100 meter per second. If the gun's mass is 5 kilogram, then calculate the recoil velocity of the gun. -4 meter per second, 6 meter per second, -2 meter per second, -8 meter per second. ഏതായിരിക്കും? അപ്പോൾ ഗണ്ണിന്റെ റിക്കോയിൽ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യുക? നമ്മൾ m1 v1 + m2 v2 = 0 കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മാസ് ഓഫ് ദി ബുള്ളറ്റ് വരുന്നത് എത്രയാണ്? 5. ഓക്കെ, ബുള്ളറ്റിന്റെ മാസ് 50 gram ആണ്. സോ ഞാൻ പറയുമ്പോൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കറക്റ്റ് ചെയ്യുക. 5 gram ആണ് എന്ത് വരുന്നത്? ബുള്ളറ്റിന്റെ മാസ്. ദെൻ ഗണ്ണിന്റെ മാസ് 50 കിലോഗ്രാം ആണ് വരുന്നത്. സോ അപ്പോൾ എന്ത് ചെയ്യുക? രണ്ടും ഒരേ യൂണിറ്റിൽ എടുക്കുക. ദെൻ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 50 gram എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം? 0.05 ആയിട്ട് എടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ 50/1000 × 400. അപ്പോൾ എത്ര വരും നമുക്ക്? 5 × 4 എത്ര വരും? 20 വരും. പ്ലസ് അടുത്ത എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 5 കിലോഗ്രാം ആണ്. 5 × v = നമുക്ക് എത്ര വേണ്ടത്? 0 ആണ് വേണ്ടത്. സോ അപ്പോൾ എങ്ങനെ ആയിരിക്കും? v = -20 ആയിരിക്കും, v = -4 ആയിരിക്കും. സോ അപ്പോൾ ആൻസർ വരുന്നത് -4 meter per second ആയിരിക്കും. ഓക്കെ, സോ ദ റിക്കവൽ വെലോസിറ്റി ഓഫ് ദ ഗൺ എന്ന് പറയുന്നത് -4 meter per second. A person in a lift moving downward with a uniform acceleration feels lighter weight than usual, heavier weight than usual, not change in weight, weightlessness. ഏതായിരിക്കും? അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, ലൈറ്റർ ദാൻ യൂഷ്വൽ. അപ്പോൾ ഇപ്പോൾ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും? m × g - a ആയിരിക്കും വരുന്നത്. സോ ഇപ്പോൾ a greater than 0 ആണ്. സോ ഇപ്പോൾ എന്തായിരിക്കും? w less than mg ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, when a body falls freely under gravity, the total mechanical energy increases, decreases, remains constant, becomes 0. എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ആണ്, റിമെയിൻസ് കോൺസ്റ്റന്റ്. അടുത്തത്, a man pushes a wall and fails to displace it. The work done by the man is 0, negative, positive, infinite. ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വോള് പുഷ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ്? അതിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാളുടെ വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ എന്താണ്? FS cos θ ആണ്. സോ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ എന്തായിരിക്കും? വർക്ക് 0 ആണ്. അപ്പൊ അയാൾ എത്ര ഫോഴ്സ് കൊടുത്തിട്ടും എന്ത് ചെയ്യില്ല? കാര്യമില്ല, വർക്ക് 0 ആയിരിക്കും വരുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. An electric motor deliver 2 kilowatt of power. How much work does it do in 10 seconds? 2 joule, 2000 joule, 20,000 joule, 5,000 joule.
ഇതായിരിക്കും. നമുക്കിവിടെ എന്താ തന്നിട്ടുള്ളത്? ഇനി ഇലക്ട്രിക് മോട്ടോർ ഡെലിവേഴ്സ് പവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 2 കിലോ വാട്ട് ആണ്. അതായത് 2 × 10⁻³ വാട്ടാണ് തന്നിട്ടുള്ളത്, വാട്ട്സ് ആണ് തന്നിട്ടുള്ളത്. ദെൻ ചോദിച്ചിട്ടുള്ള എന്താണ്? ഹൗ മച്ച് വർക്ക് ഡസ് ഇറ്റ് ഡൺ ഇൻ 10 സെക്കൻഡ്. അപ്പൊ 10 സെക്കൻഡ്സിൽ എത്ര വർക്ക് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വർക്ക് ബൈ ടൈം ആണ് വരുന്നത്. സോ വർക്ക് ബൈ ടൈം. സോ അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? വർക്ക് ആണ് ഇൻ 10 സെക്കൻഡ്സ്. അപ്പോൾ നമുക്ക് P = W/T ആണ്. സോ P എന്ന് പറയുന്നത് 2 × 10⁻³ ആണ്. ഇൻറ്റു തന്നിട്ടുള്ള സെക്കൻഡ്സ് 10 സെക്കൻഡ്സ് ആണ്. അപ്പൊ നമുക്ക് എത്ര വരും? ഓൾറെഡി 2000 ഉണ്ട്. ദെൻ ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? 20,000 ആവും. അപ്പൊ 20,000 ജൂളാണ് ആൻസർ വരുന്നത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If no external force acts on a system of particles, the center of mass moves with constant velocity, moves with variable velocity, remains at rest, accelerates uniformly. If no external force acts on a system of particles, the center of mass. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനകത്ത് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആൻസർ ഓപ്ഷൻ എ ആണ്. മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. A bomb initially at rest explodes into two fragments of masses 3 kg and 2 kg. If 3 kg fragment moves with a velocity 5 meter per second, the velocity of 2 kg fragment is 5 meter per second minus 5 meter per second minus 7.5 meter per second, 7.5 meter per second. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. ആ ഒരു ഈക്വൽ വെലോസിറ്റി കണ്ട പോലെ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഒരു ബോംബ് ഇറ്റ് ഇനീഷ്യലി എക്സ്പ്ലോഡ് ഇൻ ടു ഫ്രാഗ്മെന്റ് ഓഫ് മാസ്. അപ്പോൾ എന്താണ് മാസ് വരുന്നത്? ഈ M1 നമുക്ക് 3 ആയിട്ട് എടുക്കാം, M2 നമുക്ക് 2 കിലോഗ്രാം ആയിട്ട് എടുക്കാം. ദെൻ 3 കിലോഗ്രാം ഫ്രാഗ്മെന്റ് എന്താണ് 5 മീറ്റർ പെർ സെക്കൻഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ എന്താണ് 3 × 5 എത്ര വരും? നമുക്ക് 15 വരും. 15 + 2 × V = 0 എന്ന് വരും. അപ്പോൾ V = എന്തായിരിക്കും? -15/2 ആയിരിക്കും, -7.5/7.5 ആയിരിക്കും വരുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. A man of mass 60 kg is standing on a cart of mass 2 kg. If man walks on the cart with a velocity 1 meter per second relative to the cart, the velocity of the cart relative to the ground is 0.25 meter per second minus 0.25 meter per second, 1.25 meter per second minus 1.25 meter per second. A man of mass, അതായത് ഒരു 60 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാൾ, വെയിറ്റ് ഉള്ള മാസുള്ള ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 240 കിലോഗ്രാം മാസുള്ള ഒരു കാർട്ടിന്റെ മേലെ എന്ത് ചെയ്യുന്നുണ്ട്? നിൽക്കുന്നുണ്ട്. മാൻ വോക്സ് ഓൺ കാർട്ട് വിത്ത് എ വെലോസിറ്റി 1 meter per second റിലേറ്റീവ് ടു ദ കാർട്ട്. അപ്പോൾ കാർട്ടിന് റിലേറ്റീവ് മാൻ എന്ത് ചെയ്യുന്നുണ്ട്? 1 meter per second വെലോസിറ്റിയിൽ വോക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ദ വെലോസിറ്റി ഓഫ് കാർട്ട് റിലേറ്റീവ് ടു ദ ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് കാർട്ടിന്റെ എത്ര വെലോസിറ്റി ഉണ്ടായിരിക്കും? അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു കാർട്ടിന്റെ വെലോസിറ്റി എന്താണ്? നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ മൊമെന്റം കൺസർവേഷൻ തന്നെയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ അതിന്റെ ആൻസർ വരുന്നത് -0.25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഇത് എന്ത് ചെയ്യുക? അതായത് കാർട്ടിന്റെ വെലോസിറ്റി കാണാൻ എന്ത് ചെയ്യുക? 60, അതായത് മാസ് ഓഫ് ദി മാൻ എന്ന് പറയുന്നത് എന്താണ്? 1 meter per second ആണ്. സോ അപ്പോൾ 60 × 1/240 ആണ് ചെയ്യുന്നത്. ഇപ്പോൾ എത്ര വരും? ബി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ചെയ്യുക. ഇപ്പോൾ കാർട്ട് പിന്നിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്നുള്ള കൺസിഡറേഷനിലാണ് ഈ ഒരു ആൻസർ. അടുത്ത, ഫോർ എ റിജിഡ് ബോഡി റൊട്ടേറ്റിംഗ് അബൌട്ട് എ ഫിക്സഡ് ആക്സിസ്, ദ വെലോസിറ്റി ഓഫ് ദ സെന്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് എനി പോയിന്റ് 0 equal to angular velocity times the radius independent of the rotation. For a rigid body rotating about a fixed axis, the velocity of the center of mass is എന്തായിരിക്കും? അതായത് ഒരു റിജിഡ് ബോഡി എന്താണ്? ഒരു ഫിക്സഡ് പോയിന്റിനെ അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസിലെ വെലോസിറ്റി എന്തായിരിക്കും?
ആൻസർ ഓപ്ഷൻ ബി ആണ്, 0 ആയിരിക്കും. ഓക്കെ. അടുത്തത് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സോളിഡ് സ്ഫിയർ അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ ഈസ് 2/5 m r², 3/5 m r², 2/3 m r², 3/7 m r². ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, 2/5 m r². What happens to gravitational force if the distance between two objects is a half? It becomes 1/4, it doubles, it becomes 4 times, it remains the same. Same. What happens to gravitational force if the distance between two objects is half? എന്താണ് ഇൻവേഴ്സ് സ്ക്വയറിലാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ഡിസ്റ്റൻസ് പകുതി ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അത് 4 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, ഇറ്റ് ബിക്കം 4 ടൈംസ്. അടുത്തത് ദി വാല്യൂ of acceleration due to gravity at a height h equal to 640 kilometer above the earth's surface is close to 9.0 meter per second square, 7.8 meter per second square, 8.5 meter per second square, 6.5 meter per second square. ജി എച്ച് കാണാം, അതായത് അറ്റ് ഹൈറ്റിലുള്ള ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, G0 അതായത് എക്സ് സർഫസ് r/r+h the whole square ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റേഡിയസ് എത്രയാണ്, 6 വരുന്നത് 6400 ആയിരിക്കും. അത്രയും കിലോമീറ്റർ ആയിരിക്കും വരുന്നത്. നമുക്ക് തന്നിട്ടുള്ളത് 640 ആണ് ഹൈറ്റ് തന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, r+h വരുമ്പോൾ ഇത് ആഡ് ചെയ്യാം. നമുക്ക് ആൻസർ വരുമ്പോൾ 9. നമ്മൾ ചെയ്യുമ്പോൾ 8.1 നോട്ട് 7 ഒക്കെയാണ് വരുന്നത്. സോ അപ്പോൾ 8.1 ആയിട്ട് എടുക്കാം. അപ്പോൾ അതിന്റെ നിയറർ വാല്യൂ എന്ന് പറയുന്നത് 7.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എസ്കേപ്പ് വെലോസിറ്റി ഫോർ എ ബോഡി ഓൺ എർത്ത് ഡിപ്പെൻഡ് ഓൺ മാസ് ഓഫ് ദ ബോഡി, മാസ് ആൻഡ് ദ റേഡിയസ് ഓഫ് എർത്ത് ബോത്ത് എ ആൻഡ് ബി, ഓൺലി ദ മാസ് ഓഫ് എർത്ത്. സോ എസ്കേപ്പ് വെലോസിറ്റി ഫോർ എ ബോഡി ഓൺ എർത്ത് ഡിപ്പെൻഡ്സ് ഓൺ, എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ എന്ന് വരുന്നത് 2gm/r ആണ്. എന്തായിരിക്കും മാസ് ഓഫ് ബോഡി, മാസ് ആൻഡ് റേഡിയസ് ഓഫ് എർത്ത് ബോത്ത് എ ആൻഡ് ബി, ഓൺലി മാസ് ഓഫ് എർത്ത്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആണ്, മാസ് ആൻഡ് റേഡിയസ് ഓഫ് എർത്ത്. സോ ഇപ്പോൾ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാസ് ഓഫ് ദി ബോഡി. ദെൻ നമ്മുടെ ഇക്വേഷനിൽ 2gm/r ആണ് വരുന്നത്. സോ ജി എന്താണ് കോൺസ്റ്റന്റ് ആണ്, എം എർത്തിന്റെ മാസും റേഡിയസ് ആണ്, എർത്തിന്റെ റേഡിയസ് ആണ് വരും. സോ അടുത്ത ക്വസ്റ്റ്യൻ, angle of contact between a liquid and a solid is 90 degree when the liquid is completely wets the solid. Liquid does not wet the solid. Adhesive and cohesive forces are equal. Surface tension is 0. Answer option C ആണ്, adhesive and cohesive forces are equal. In a capillary rise, the height of the liquid column is inversely proportional to surface tension, density of the liquid, radius of capillary. Option D, angle of contact. Answer option C, radius of capillary. X വരുന്നത് 2t cos theta by rho g r ആണ്. അടുത്തത്, work done during isothermal compression of an ideal gas is given by W is equal to nRT ln Vf by Vi, W is equal to minus nRT ln V final minus V initial, W is equal to nRT ln P final divided by initial pressure, W is equal to minus nRT into ln P final divided by V initial. അപ്പോൾ ഐസോതെർമൽ കംപ്രഷൻ എന്ന് പറയുമ്പോൾ ആ പ്രോസസ് എങ്ങനെയായിരിക്കും? അപ്പോൾ കംപ്രഷൻ പ്രോസസ് ആണ്. എന്തായിരിക്കും, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് വർക്ക് ഡൺ ഓൺ ഗ്യാസ് അല്ലെങ്കിൽ വർക്കിംഗ് ഫ്ലൂയിഡ് ആയിരിക്കും. അപ്പോൾ അതെന്തായിരിക്കും, വർക്ക് ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, മൈനസ് ആയിരിക്കും വരുന്നത്. ദെൻ
അതിന്റെ വെലോസിറ്റി, അതായത് ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി നോക്കുമ്പോൾ നമ്മുടെ വെലോസിറ്റിയിലെ വോളിയം എന്ന് പറയുന്നത് ഇനീഷ്യൽ വോളിയം ആയിരിക്കും എന്ത് വരുന്നത്, ഹൈ ആയിട്ട് വരുന്നത്. ഫൈനൽ വോളിയം എന്തായിരിക്കും, ലെസ് ആയിരിക്കും. സോ അപ്പോൾ ഇതിന്റെ ആൻസർ വരുമ്പോൾ ഓപ്ഷൻ ബി ആണ്, -nRT/ln VF/VI. അടുത്ത ക്വസ്റ്റ്യൻ, the mean free path of a gas molecule increases when pressure increases, temperature increases, density of molecule increases, molecular size increases. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ടെമ്പറേച്ചർ ഇൻക്രീസസ്. സോ ഇപ്പോൾ ലാംഡ പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അടുത്തത്, പൊട്ടൻഷ്യൽ എനർജി ഇൻ SHM ഈസ് മാക്സിമം when particle is at equilibrium position, mean position, extreme position, half between equilibrium and extreme position, halfway between equilibrium and extreme position. Potential energy in SHM is maximum when the particle at simple harmonic motion maximum potential energy. Answer option C ആണ്, എക്സ്ട്രീം പൊസിഷൻ. ഓക്കെ. എവിടെയായിരിക്കും പൊട്ടൻഷ്യൽ എനർജി കൂടുതൽ, എക്സ്ട്രീം പൊസിഷൻസിലായിരിക്കും. അടുത്തത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഫ്രീക്വൻസീസ് ഓഫ് ടു വേവ്സ് ആർ 256 Hz and 260 Hz. The beat frequency is 4 Hz, 2 Hz, 8 Hz, 516 Hz. So ബീറ്റിന്റെ ഫ്രീക്വൻസി മോഡുലസ് ഓഫ് F1 - F2 ആയിരിക്കും. സോ ഇപ്പോൾ ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 4 ആയിരിക്കും വരുന്നത്. അതിന്റെ മോഡ് വാല്യൂ എന്ന് പറയുന്നത് 4 Hz. സോ അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ സിസ്റ്റം ഓഫ് ചാർജസ് ഹാസ് നെറ്റ് സീറോ ചാർജ്. വിച്ച് ഓഫ് ദി following statement is true about electric force and field at any point outside the system? Both force and field are always zero. Force is zero, but the field may not be zero. Field is zero, but the force may not be zero. And neither force nor field is necessarily zero. A system of charge has net zero charge. Which of the following statement is true about electric force and field at any point outside the system? Option D ആണ്, neither force nor field is necessarily zero. If the distance between any two charges is tripled, the electrostatic force between them will become 9 times stronger, 3 times weaker, 1/9 of the original force, 1/3 of the original force. If the distance between two charges is tripled, the electrostatic force between them will become. അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1/9 of the original force. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഒരു ഡയഗ്രാം ആണ്. The following circuit value of total resistance between X and Y is. Option R 2R, 4R, 6R. പിന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2R ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഒരു സർക്യൂട്ട് ആണ്. In the following circuit, resultant EMF between AB is. ഇതിൽ ഓപ്ഷൻ എ വരുന്നത് E1 + E2 + E4 + E3/2. ഓപ്ഷൻ ബി വരുന്നത് E1 + E2 + E4 + E3/4.
ഓപ്ഷൻ സി വരുന്ന E1 പ്ലസ് E2 പ്ലസ് 2 E3 പ്ലസ് E4. ഓപ്ഷൻ ഡി വരുന്ന E1 പ്ലസ് E2 പ്ലസ് E3 പ്ലസ് E4. ആൻസർ ഓപ്ഷൻ ഡി ആണ്, E1 പ്ലസ് E2 പ്ലസ് E3 പ്ലസ് E4. അടുത്ത ക്വസ്റ്റ്യൻ. The magnetic field inside a toroidal solenoid depends on number of coils only. The current and number of coils per unit length. The magnetic permeability of the core. The current and radius of the toroid. The magnetic field inside a toroidal solenoid depends on. Answer option D ആണ്, the current and radius of the toroid. Which of the following is an example of a diamagnetic material? Iron, copper, aluminum, cobalt. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇതിനകത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കോപ്പർ. An AC generator produces a maximum EMF of 120 volt. The RMS value of the EMF is 120 volt, 83.44 volt, 75.44, 85.44. So option D, 85.44. So the RMS equal to maximum by √2 ആണ് വരുന്നത്, അല്ലെങ്കിൽ 120 നമുക്ക് തന്നിട്ടുള്ള എത്രയാണ്, 120 ആണ്. സോ 120 by 1.414 ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? 84.85 കിട്ടും. സോ അതിന് നിയർ വാല്യൂ വരുന്ന 85.44 ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ട്രാൻസ്ഫോമർ ദ പവർ ട്രാൻസ്ഫേർഡ് ഫ്രം primary to secondary coil remains the same provided frequency is constant. Coils are made of same material. There is no energy loss. The impedance is the same on both sides. In a transformer, power transferred from primary to secondary coil remains same. So if power same ആവണമെങ്കിൽ condition ഏതാ? Answer option C ആണ്, there is no energy loss. The visible spectrum of light ranges from 400 nanometer to 700 nanometer, 1 to 400, 700 to 1000, 10 to 100. So ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 400 to 700. A lens has a focal length of 20 cm. If the object is placed 10 cm away from the lens, what is the image distance? 10 cm, 20 cm, minus 20 cm, minus 40 cm. Answer option C, minus 20 cm. So എന്താണ്, ലെൻസ് has a focal length 20 cm. The object is placed 10 cm away from the lens. What is the image distance? എന്താണ്, 1f is equal to 1 by v minus 1 by u ചെയ്യുക. അപ്പം നമുക്ക് യുവിൻ്റെ വാല്യൂ കിട്ടുന്നത് -10 ആയിരിക്കും. ഇപ്പം എഫ് വരുന്നത് 20 ആണ്. 1 by 20 equal to 1 by v plus 1 by 2. അപ്പം എന്ത് ചെയ്യുക, 1 by 10 1 by 20 നമ്മൾ ഒരു സൈഡിൽ എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 by എത്രയായിരിക്കും, -1 by 20 കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, 1 by v equal to 1 minus 1 by 20 ആണ്. സോ നമുക്ക് ആൻസർ വരുമ്പോൾ ഓപ്ഷൻ സി ആണ്, -20. സോ -20 cm. അടുത്തത്, റിസോൾവിംഗ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പ് ഡിപ്പെൻഡ്സ് ഓൺ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. ന്യൂമറിക്കൽ അപ്പർച്ചർ ഓഫ് ദ ലെൻസ് ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദി അബോവ്. അപ്പോൾ റിസോൾവിംഗ് പവർ ഈക്വൽ ടു NA by lambda ആണ്. സോ അതിനകത്ത് ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി. അടുത്തത്, ഇൻ എ ഡൈവേഴ്സൺ-ജെർമർ എക്സ്പെരിമെന്റ് ദ ഡിഫറാക്ഷൻ pattern observed for electrons proved that electrons have particle nature, electrons have wave nature, electrons do not have a definite mass, electrons cannot be accelerated. Answer option B, electrons have wave nature. In Davidson-Jurmer experiment, the diffraction pattern observed for electrons proved that. Option B, electrons have wave nature. The decay of radioactive substance follows a linear law, a logarithmic law, an exponential law, and quadratic law. The decay of radioactive decay ഏത് ലോ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ടാവും, ഏതായിരിക്കും? ഓപ്ഷൻ സി, എക്സ്പോണൻഷ്യൽ ലോ ആണ്. The binding energy per nucleon generally increases with the atomic mass number until iron, helium, uranium, oxygen. Answer option A ആണ്, iron. അടുത്തത്, in a
forward biased diode, the width of depletion region increases, decreases, remains constant, becomes 0. Answer option B, decreases. Which of the following statement is correct about forward biased p-n junction diode? The majority carrier in p-n junction move towards the n region. Majority carriers in p region moves towards n region. Sorry, minority carriers on B. The junction capacitance is at its maximum. The reverse current becomes equal to forward current. Answer option A, the majority carriers in the P region moves towards the N region. അതിനകത്ത് 40 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. സോ ഇപ്പൊ ഇനി ഇതിനകത്ത് നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് റെസ്പോൺസ് ഷീറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റഫ് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ ഒക്കെ ആകുമ്പോൾ എന്താണ് റഫ് വർക്ക് ചെയ്യാൻ സ്പേസ് ആവശ്യം വരും. സോ അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ എന്ത് ചെയ്യുക, ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാനലിനകത്ത് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി മാത്രമല്ല, നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ അതുപോലെ എൻട്രൻസ് എക്സാം, അതായത് 8 FIUG ആണ്. സോ ഇപ്പോൾ നിങ്ങൾ FIUG എന്ന് പറയുമ്പോൾ 4 ഇയർ കോഴ്സാണ്. പഴയതാണെന്നുണ്ടെങ്കിൽ പഴയൊരു, അതായത് ഈ ഒരു FIUG ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, 3 ഇയർ ആയിരുന്നു. 3 ഇയറും പിന്നെ 2 ഇയർ. അപ്പോൾ ഇന്റഗ്രേറ്റഡ് വരുന്നത് 5 ഇയർ കോഴ്സസ് ആണ്. ഇപ്പോൾ ഇത് 4 ഇയർ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു പേപ്പർ വരുന്നത്. അപ്പോൾ ഇന്റഗ്രേറ്റഡ് കോഴ്സസിന്റെ, അതായത് 5 ഇയർ MSc ഫിസിക്സ് വരുന്ന കോഴ്സസ് ഉണ്ട്. അതേപോലെ തന്നെ മറ്റ് സബ്ജക്റ്റിന്റെ ഒക്കെ എന്തുണ്ട്, വീഡിയോസ് ചാനലിൽ അവൈലബിൾ ആണ്. എന്ത് ചെയ്യാം, വീഡിയോസ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.